നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കടലിൽ വീണ്ടും ഇന്ത്യന്റെ വിജയഗാഥ മുഴങ്ങുകയാണ്. ഇന്ത്യയുടെ വിജയഗാഥ ഇതിനു മുമ്പും പലപ്പോഴായി ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അമേരിക്കയെ രക്ഷിക്കാനും ഇന്ത്യ വേണ്ടി വന്നു എന്നതാണ് വ്യക്തമാകുന്നത്. എന്തായാലും അറബിക്കടലിൽ കടൽക്കൊള്ളക്കാരെ നേരിട്ട് ഇന്ത്യൻ നാവികസേന കരുത്തു കാട്ടുകയാണ്. ഇവിടെ ഇന്ത്യൻ നേവി ഉള്ളിടത്ത് രക്ഷയില്ല എന്ന കടൽക്കൊള്ളക്കാർ തിരിച്ചറിയുന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. 12 മണിക്കൂർ നീണ്ട തന്ത്രപരമായ നീക്കങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും ഒടുവിൽ കടൽക്കൊള്ളക്കാരിൽ നിന്ന് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലും അതിലെ 23 പാകിസ്ഥാൻ ജീവനക്കാരെയും നാവികസേന മോചിപ്പിച്ച വാർത്തയാണ് പുറത്തുവരുന്നത്. 9 സായുധധാരായ കടൽക്കൊള്ളക്കാരടങ്ങുന്ന സംഘം ഇറാനിയൻ കപ്പലിൽ കയറിയതായുള്ള റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു നേവിയുടെ ഇടപെടൽ. ഇറാനിയൻ കപ്പലിൽ നിന്ന് തന്നെയാണ് ഈ സൂചന ലഭിച്ചത് എന്നാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് ഇന്ത്യൻ നാവികസേന ഓപ്പറേഷനിലേക്ക് ഏർപ്പെട്ടത്. സമുദ്ര സുരക്ഷയ്ക്കായി അറബിക്കടലിൽ വിന്യസിച്ച INS സുമേധ, INS ത്രിശൂൽ എന്നീ പടക്കപ്പലുകളാണ് ദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്നത്. അത് വിജയകരമായി മാറുകയും ചെയ്തു. അൽ കമ്പാർ എന്ന ഇറാനിയൻ കപ്പലിലായിരുന്നു കടൽക്കൊള്ളക്കാർ ഹൈജാക്ക് ചെയ്തിരുന്നത്. തന്ത്രപരമായ ദൌത്യത്തിനൊടുവിൽ കടൽക്കൊള്ളക്കാർ കീഴടങ്ങാൻ തയ്യാറായതായി നാവികസേന അറിയിച്ചു. 23 പാകിസ്ഥാൻ ജീവനക്കാരെയും സുരക്ഷിതമായി തന്നെ മോചിപ്പിക്കാനായി എന്നാണ് നാവികസേന വ്യക്തമാക്കിയത്. ഇന്ത്യക്കാർ ആരും ആ കപ്പലിൽ ഉണ്ടായിരുന്നില്ല. ജനുവരിയിലും സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പൽ മോചിപ്പിച്ച ഇന്ത്യൻ നാവികസേന കയ്യടി നേടിയിരുന്നു. ഇന്ത്യയുടെ പടക്കപ്പലായ INS സുമിത്രയാണ് അന്ന് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയത്. ഇറാനിയൻ മത്സ്യബന്ധന കപ്പലാണ് അന്നും മോചിപ്പിച്ചത്. കപ്പലിൽ 17 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. കൊച്ചിയിൽ നിന്ന് 700 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ആ ഓപ്പറേഷൻ. സൊമാലിയയുടെ കിഴക്കൻ തീരം, ഏഡൻ കടലിടുക്ക് എന്നിവിടങ്ങളിലെ ഓപ്പറേഷന്റെ ഭാഗമായാണ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ ഇമാനെ അന്ന് ഇന്ത്യ രക്ഷിച്ചത്. സൊമാലിയൻ കടൽക്കൊള്ളക്കാരെത്തി കപ്പൽ ജീവനക്കാരെ കടൽക്കൊള്ളക്കാർ ബന്ദികളാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപായ സന്ദേശം കിട്ടിയ ഉടൻ തന്നെ INS സുമിത്ര സ്ഥലത്തെത്തുകയും ഇടപെടുകയും ചെയ്തു. ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ എത്തിയതോടെ പരിഭ്രാന്തരായ കടൽക്കൊള്ളക്കാർ ആദ്യം ബന്ദികളെ മോചിപ്പിച്ചു. വൈകാതെ തന്നെ കൊള്ളക്കാർ കപ്പലും വിട്ടു നൽകിയതായി നാവികസേന X പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതുതന്നെയാണ് നടന്നത്. കടൽക്കൊള്ളക്കാരെ തുരത്താനും സമുദ്ര സുരക്ഷയ്ക്കുമായി ഇന്ത്യൻ നാവികസേന സദാ ജാഗരൂകരായി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ പരം എങ്ങനെയാണ് തെളിയിക്കുക? സമുദ്ര അതിർത്തി സുരക്ഷിതമാക്കുക, കടൽക്കൊള്ളക്കാരുടെ ഭീഷണിയും ഡ്രോൺ ആക്രമണങ്ങളും തടയുക എന്നിവയ്ക്കായി മേഖലയിൽ മുൻനിര യുദ്ധക്കപ്പലുകൾ ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്. ആഴക്കടലിൽ മുമ്പ് ഹൂതി വിമതരുടെ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനെ വൻ ദുരിതത്തിൽ നിന്നും രക്ഷിച്ചതും ഇന്ത്യൻ നാവികസേനയുടെ ഇടപെടലായിരുന്നു. അതിസാഹസികമായാണ് ഇന്ത്യൻ നാവികസേന കപ്പലിനെ സഹായിച്ചത്. ഏതൻ കടലിടുക്കിൽ വെച്ച ബ്രിട്ടീഷ് ചരക്ക് കപ്പലായ മാർലിൻ ലുവാൻഡയ്ക്ക് നേരെ മിസൈൽ ആക്രമണമാണ് ഉണ്ടായത്. കപ്പലിൽ 22 ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശി പൗരനും ഉണ്ടായിരുന്നു. സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള സന്ദേശത്തെ തുടർന്ന് ഇന്ത്യൻ നാവിക യുദ്ധക്കപ്പലായ INS വിശാഖപട്ടണം സഹായവുമായി എത്തുകയായിരുന്നു. ആദ്യം നിയന്ത്രണ വിധേയമായ തീ പിന്നീട് പൂർണ്ണമായും കെടുത്താൻ അഗ്നിരക്ഷാ സേനയ്ക്ക് സാധിച്ചു. അങ്ങനെ രക്ഷാപ്രവർത്തനം വിജയമായി. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തെ തുടർന്ന് ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകളെ ഹൂതി വിമതർ ആക്രമിക്കുന്നത് പതിവാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാവികസേന കടലിൽ നിരീക്ഷണം ശക്തമാക്കിയത്. പിന്നാലെയാണ് കടൽക്കൊള്ളക്കാർക്ക് ഇനി ഇന്ത്യൻ നാവികസേനയുടെ മുന്നിൽ രക്ഷയില്ല എന്ന ബോധ്യം അവർക്ക് തന്നെ മനസ്സിലായത്. കടൽക്കൊള്ളക്കാർ ഇനി ആരുമായിക്കോട്ടെ, അവരിനി നമ്മുടെ അയൽ രാജ്യമായ അല്ലെങ്കിൽ എതിർ രാജ്യമായ പാകിസ്ഥാനെ പോലും ബന്ദികളാക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യ അവിടെ എത്തും, ഇന്ത്യ രക്ഷിക്കുമെന്നൊക്കെ എന്നുള്ള തെളിവുകൾ കൂടിയാണിത്. പലരും വിമർശിക്കുന്നുണ്ട്, പാക്കികളെ എന്തിനാ രക്ഷിച്ചത് എന്നൊക്കെ ചോദിച്ചുള്ള വിമർശനം പലയിടങ്ങളിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ നിറയുന്നുണ്ട്. ഇന്ന് പാകിസ്ഥാൻ ആണെങ്കിൽ നാളെ ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ജനങ്ങളെ ആയിരിക്കും അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ ആയിരിക്കും അവർ ബന്ദികളാക്കുകയും കടൽക്കൊള്ളക്കാരുടെ കയ്യിൽ കിട്ടുക ഒക്കെ ചെയ്യുക എന്നാണ് വ്യക്തമാകുന്നത്. അതിന്റെയൊക്കെ മുന്നോടിയായി, അതിന്റെ എല്ലാം മുന്നറിയിപ്പായാണ് ഇപ്പോൾ കടൽക്കൊള്ളക്കാർ ഇക്കാര്യത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഉടനടി തന്നെ കൃത്യമായ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ച നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ കൃത്യമായ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ച ഇന്ത്യൻ നാവികസേന പോകുന്നത് ലോകം മുഴുവനും ഇന്ത്യയെ കൈയടിക്കുകയാണ്, ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി കൈയടിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല.